പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചും മറുപടി പറഞ്ഞും കെ ടി ജലീൽ എം.എൽ.എയും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസും തനിക്കെതിരെ കെ ടി ജലീൽ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിന് മറുപടിയുമായാണ് പി.കെ. ഫിറോസ് എത്തിയത്. താൻ ദുബൈയിലെ കമ്പനിയിലെ സെയിൽസ് മാനേജറാണെന്നും ബിസിനസ് ചെയ്യുന്നതിൽ അഭിമാനമെന്നും പി.കെ. ഫിറോസ് പറഞ്ഞു. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിൽ മന്ത്രിയായിരിക്കെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന ആരോപണവും പി.കെ. ഫിറോസ് ഉന്നയിച്ചു. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു, അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു. ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് എനിക്കത് സംബന്ധിച്ച് കിട്ടിയത്. അതിൽ അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുള്ളതിൻ്റെ തെളിവുകളടക്കം നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ, പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പി.കെ. ഫിറോസ് അംഗീകരിച്ചതാണ് തൊട്ടു പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ ടി ജലീലിന്റെ പ്രതികരണം. ദുബായിലെ ഓഫീസിന്റെ വിലാസം പി.കെ. ഫിറോസ് പുറത്തുവിടണം. കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് പി.കെ. ഫിറോസ് എന്നും കെ ടി ജലീൽ പറഞ്ഞു. 5.25 ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടണം. ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം. ഞാൻ അന്വേഷിച്ചിടത്തോളം ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ ബോർഡ് അന്വേഷിച്ച ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദീപക് ധർമ്മടമുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ദീപക്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇരുവരും പരസ്പരം അല്ലെങ്കിൽ ഇരുപക്ഷത്തും CPM സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഒപ്പം ലീഗ് അനുകൂലികളും പരസ്പരം ചെളിവാരി എറിയുകയും ആക്ഷേപവും ആരോപണം ഉന്നയിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് ME ഹോട്ടലിലെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ജലീലിൻ്റെ പോസ്റ്റുകൾ, അങ്ങനെ പോസ്റ്റുകൾ കൊണ്ട് നിറയുകയായിരുന്നു. അതിന്ന് വാർത്താ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ അവിടെ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഗോകുൽ, സമൂഹ മാധ്യമങ്ങളിൽ നടന്ന കെ ടി ജലീൽ വേഴ്സസ് പി.കെ. ഫിറോസ്, ആ യുദ്ധം അത് ഓൺ സ്ക്രീനിലേക്ക് മാറി. ഇന്ന് വാർത്താ സമ്മേളനത്തോടെ ജലീലിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായാണ് പി.കെ. ഫിറോസ് ഇന്ന് വാർത്താ സമ്മേളനം കോഴിക്കോട് വിളിച്ചത്. ആ വാർത്താ സമ്മേളനത്തിൽ വളരെ ഗുരുതരമായ ആരോപണം ജലീലിനെതിരെ പി.കെ. ഫിറോസ് തൊടുത്തുവിടുന്നു. അത് മലയാള സർവകലാശാലയുടെ, അതായത് ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് തിരൂരിൽ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി സ്ഥലമെടുക്കുന്നു. ആ സ്ഥലമെടുപ്പിൽ വലിയ രീതിയിൽ കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് താൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ വിരളി പൂണ്ടാണ് കെ ടി ജലീൽ തനിക്കെതിരെ ആക്രമണം നടത്തുന്നത് എന്ന് പറഞ്ഞാണ് ആരോപണം തൊടുത്തുവിട്ടത്. പക്ഷേ എന്നാൽ ജലീൽ പറഞ്ഞ ആരോപണങ്ങളിലെ പലതും പി.കെ. ഫിറോസ് വാർത്താ സമ്മേളനത്തിൽ ശരിവെച്ചു. അതിലൊന്ന് തനിക്ക് ബിസിനസ് ഉണ്ട് എന്നുള്ളതാണ്. ബിസിനസ് ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് അതിന് ന്യായീകരണമായി പറഞ്ഞത്. മറ്റൊന്ന്, ദുബായിൽ നിന്നും ലക്ഷങ്ങളുടെ ശമ്പളമുള്ള ജോലിയുണ്ട്, അത് ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ പണം എനിക്ക് കിട്ടുന്നതിൽ അത് പൊതുമുതലല്ലല്ലോ, അത് ആ കമ്പനിയല്ലേ തീരുമാനിക്കേണ്ടത് എനിക്ക് ശമ്പളം തരുന്നതിന് ഞാൻ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, അത് ജലീലല്ലോ എന്നുള്ളതായിരുന്നു മറുപടി. എന്നാൽ അത് കഴിഞ്ഞ് മിനിറ്റുകൾക്കകം തന്നെ കെ ടി ജലീൽ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജലീൽ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിവെക്കുകയായിരുന്നു പി.കെ. ഫിറോസ് എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഈ 5.25 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന സ്ഥാപനത്തിൻ്റെ അഡ്രസ് എവിടെയാണ്, അങ്ങനെ ഒരു സ്ഥാപനമില്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു കെ ടി ജലീൽ ശ്രമിച്ചത്. അതായത് വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു. ഒന്ന് മന്ത്രി പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള വലിയ അഴിമതി, മറ്റൊന്നൊരു റിവേഴ്സ് ഹവാലയുടെ സൂചനകൾ നൽകിക്കൊണ്ടാണ് കെ ടി ജലീൽ ആരോപണം തൊടുത്തുവിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.